ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന പൂരം ഇവിടെ അടുത്തു തന്നെയുള്ള ഒരു തേനീച്ചക്കൂട്ടിൽ വെച്ചിരിക്കുന്ന സെൻസർ പിടിച്ചെടുക്കുന്ന സ്പന്ദനങ്ങളെ ഈ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നു. എല്ലാ കുടുംബാംഗങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. മറ്റൊരു രസകരമായ വിഷയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ലോകത്തിലെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡനായ ക്യൂ ഗാർഡൻസ് സ്ഥിതി ചെയ്യുന്നത് ലണ്ടൻ നഗരത്തിൽ നിന്നും വെറും അരമണിക്കൂർ മാത്രം അകലെയായിട്ടാണ്. 330 ഏക്കർ സ്ഥലത്തായി വ്യാപിച്ചു കിടക്കുന്ന ഈ ബൊട്ടാണിക്കൽ ഗാർഡന്റെ അത്ഭുത കാഴ്ചകളും ഇവിടുത്തെ വിശേഷങ്ങളും ഓരോന്നായി നമുക്ക് കണ്ടു മനസ്സിലാക്കാം. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള ചെടികളെ അവ വളരുന്ന താപനിലയ്ക്ക് അനുയോജ്യമാംവിധം ഗ്ലാസ് ഹൗസുകളിൽ സംരക്ഷിച്ചിരിക്കുന്ന കാഴ്ചകളും ആരെയും ജിജ്ഞാസ ഉളവാക്കുന്നതാണ്. ഇക്കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ഇവിടെ നടന്ന ഒരു ഓർക്കിഡ് ഫെസ്റ്റിവലിന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ക്യൂ ഗാർഡൻസിലെ നിരവധി കാഴ്ചകൾ ഒരു സീരീസ് ആയി തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു സൈക്ലിംഗ് പരിപാടിയും നമ്മൾ ചെയ്തിരുന്നു. അതും ഉടനെ വീഡിയോ ആയി വരുന്നതാണ്. ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ബീഹൈവ് എന്ന ഒരു വലിയ തേനീച്ചക്കൂടാണ്. മനുഷ്യനെയും പ്രകൃതിയെയും ഇഴുകിച്ചേർക്കുന്നതിൽ വളരെയധികം പങ്കുവഹിക്കുന്നതാണ് ഒരു തേനീച്ചക്കൂട്ടിലെ ജീവിതം. മഴയായാലും വെയിലായാലും മടിയില്ലാതെ പണിയെടുക്കുന്ന തേനീച്ചകളുടെ ഒരു പാട്ട് നമ്മൾ സ്കൂളുകളിൽ പഠിച്ചിട്ടുണ്ട്. ബാക്കി കഥ നടക്കുന്നത് അങ്ങ് ഇറ്റലിയിലെ മിലാൻ എന്ന സിറ്റിയിലാണ്. 2015 ലോകരാജ്യങ്ങൾക്കിടയിൽ നടന്ന ഒരു ശാസ്ത്ര സാങ്കേതിക പ്രദർശനം ആയിരുന്നു മിലാൻ എക്സ്പോ 2015. അതിൽ യുണൈറ്റഡ് കിങ്ഡത്തെ പ്രതിനിധീകരിച്ചു പോയി ഗോൾഡ് മെഡൽ നേടിക്കൊടുത്ത ഒരു പ്രൊജക്റ്റ് ആയിരുന്നു ദി ഹൈവ്. പ്രധാനമായും 2 വ്യക്തികളുടെ ഇച്ഛാശക്തിയുടെ ഫലമായി രൂപം കൊണ്ട ഒരു അത്ഭുത സൃഷ്ടിയാണ് ഈ ബീഹൈവ്. ഇതിന്റെ അമരക്കാരായിരുന്നു അറിയപ്പെടുന്ന ഡിസൈനർ കൂടിയായ വോൾഫ്ഗാങ് ബട്രസ്. UK, USA, ജപ്പാൻ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിരവധി ആർട്ട് വർക്കുകൾ ഡിസൈൻ ചെയ്ത ആളാണ് ഇദ്ദേഹം. ഇപ്പോൾ നോട്ടിംഗ്ഹാമിൽ താമസിക്കുന്നു. അടുത്തത് ഡോക്ടർ മാർട്ടിൻ ബെൻസിക്. നോട്ടിംഗ്ഹാം ട്രെന്റ് യൂണിവേഴ്സിറ്റിയിൽ ഫിസിക്സ്, മാത്സ് തുടങ്ങിയ വിഷയങ്ങളിൽ ഗവേഷണം നടത്തുന്ന അസോസിയേറ്റ് പ്രൊഫസർ കൂടിയാണ് ഡോക്ടർ ബെൻസിക്. കുട്ടിക്കാലത്ത് തന്റെ അച്ഛന്റെ തേനീച്ചത്തോട്ടത്തിൽ വലിയ താല്പര്യം ബെൻസിക് കാണിച്ചിരുന്നില്ല. എങ്കിലും അടിക്കടിയുണ്ടായ നിരീക്ഷണങ്ങളുടെ ഫലമായി അതിനോട് ഇഷ്ടം തോന്നി പരീക്ഷണങ്ങളിലേക്ക് തിരിയുകയായിരുന്നു അദ്ദേഹം. കാലം പുരോഗതിയിലേക്ക് കുതിച്ചപ്പോൾ ഒരു പിടി നൂതന ആശയങ്ങൾ നമുക്ക് സമ്മാനിക്കുകയായിരുന്നു ഇദ്ദേഹത്തിന്റെ ഗവേഷണ ഫലങ്ങൾ. ഒരു തേനീച്ചക്കൂട്ടിലെ സ്പന്ദനങ്ങൾ അതിന്റെ ഉടമസ്ഥന് നോട്ടിഫിക്കേഷനായി അപ്പോൾ എത്തിക്കുന്ന സംവിധാനങ്ങൾ വരെ ആവിഷ്കരിച്ചിട്ടുണ്ട് ഡോക്ടർ ബെൻസിക്. അതായത് അവരുടെ സാധാരണ പെരുമാറ്റത്തിൽ നിന്നും വ്യത്യസ്തമായി എന്തെങ്കിലും സംഭവിച്ചാൽ അത് ഉടൻ തന്നെ കൂട് തുറക്കാതെ ഉടമസ്ഥന് മനസ്സിലാകും. ഇറ്റലിയിലെ മിലാനിൽ വരുന്ന ഓരോ സന്ദർശകരും ഈ ഹൈവിനുള്ളിൽ കയറുമ്പോൾ കേട്ടിരുന്ന ശബ്ദം ഇങ്ങ് UKയിലെ നോട്ടിംഗ്ഹാമിലുള്ള ഒരു തേനീച്ചക്കൂട്ടിൽ അപ്പോൾ നടന്ന കലപില ശബ്ദങ്ങളാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പക്ഷേ സത്യം അതായിരുന്നു. ആ ശബ്ദങ്ങൾക്കനുസരിച്ച് മിന്നിമറയുന്ന LED ലൈറ്റുകളും ചേർന്ന് ഒരു ദൃശ്യ ശ്രവണ വിരുന്നു തന്നെയായിരുന്നു മിലാൻ എക്സ്പോ 2015 UKയ്ക്ക് വേണ്ടി ഇവർ ഒരുക്കിയത്. അതായത് നോട്ടിംഗ്ഹാമിൽ ഇവരുടെ പരീക്ഷണങ്ങൾ നടത്തുവാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന തേനീച്ചക്കൂട്ടിൽ വെച്ചിരിക്കുന്ന സെൻസർ തേനീച്ചകളുടെ ചലനങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന സിഗ്നലുകളെ ഇന്റർനെറ്റ് വഴി മിലാനിലെ ഹൈവിൽ എത്തിച്ച് അതിനനുസരിച്ചുള്ള മ്യൂസിക് കൂടി ചേർത്ത് കേൾപ്പിക്കുമ്പോൾ ചെറിയ LED ലൈറ്റുകളും താളം പിടിച്ചുകൊണ്ട് ഒരു വിസ്മയം തന്നെ തീർക്കുന്നു. ഒരു ദിവസത്തിന്റെ ഓരോ സമയത്തും ഓരോ താളങ്ങളാണ് ഈ തേനീച്ചക്കൂടുകളിൽ സംഭവിക്കുക. ഇതിന്റെ അന്വേഷണങ്ങൾ കടന്നു പോകുമ്പോൾ കിട്ടിയ കുറച്ച് വിവരങ്ങൾ കൂടി പങ്കുവയ്ക്കാം. ഒരു റാണിയും 10,000-കണക്കിന് വേലക്കാരി ഈച്ചകളും ചുരുക്കം മടിയന്മാർ ഈച്ചകളും ചേർന്നതാണ് ഒരു തേനീച്ച കോളനി. കോളനിയിലുള്ള എല്ലാ ഈച്ചകളും റാണിയുടെ മക്കളാണ്. കാലാവസ്ഥയും ഭക്ഷണവും അനുകൂലമാണെങ്കിൽ റാണി ഈച്ച ഒരു ദിവസം ഏകദേശം 800 മുതൽ 1500 മുട്ടകൾ വരെ ഇടുമെന്ന് പറയപ്പെടുന്നു. നീളമുള്ള ഉദരഭാഗവും 2 ജോഡി ചിറകുകളും ഉള്ളതാണ് റാണി ഈച്ച. വലിപ്പം കൂടിയ മടിയന്മാരായ ആൺ ഈച്ചകളുടെ ആകെയുള്ള ജോലി റാണിയുമായി ഇണചേരുകയും തേൻ കുടിച്ചു നടക്കുകയുമാണ്. മഴക്കാലങ്ങളിൽ പ്രകൃതിയിൽ നിന്നുള്ള ഭക്ഷണം കുറവായതിനാൽ മടിയന്മാർ ഈച്ചകളുടെ എണ്ണവും കുറവായിരിക്കും. 2 തരത്തിലുള്ള മുട്ടകളാണ് റാണി ഈച്ച ഇടുക. ബീജസങ്കലനം നടന്നവയും നടക്കാത്തവയും. ഇതിൽ ബീജസങ്കലനം നടക്കാത്ത മുട്ട വിരിയുന്നതാണത്രേ ആൺ ഈച്ചകളായി മാറുക.
ബീജസങ്കലനം നടന്ന മുട്ടകളിൽ നിന്നുമുണ്ടാകുന്ന പെൺ ഈച്ചകളാണ് കോളനിയെ പ്രവർത്തന സജ്ജമാക്കുന്നത്. പ്രജനനം നടത്താൻ കഴിയാത്ത പെൺ ഈച്ചകൾ വിശ്രമമില്ലാതെ സദാസമയവും ജോലികളിലായിരിക്കും. മുകളിൽ ഞാൻ തന്നെ പറഞ്ഞു മനുഷ്യജീവിതവുമായി ഇഴുകിച്ചേർന്നു നിൽക്കുന്നു തേനീച്ചക്കൂട്ടിലെ ജീവിതം എന്ന്. പക്ഷേ ഈ ഭാഗത്ത് വരുമ്പോൾ ശരിക്കും എന്നെ ഇരുത്തി ചിന്തിപ്പിച്ചിരിക്കുന്നു. സത്യത്തിൽ തേനീച്ചക്കൂട്ടിലെ ഈ പെൺ ഈച്ചകളുടെ ശീലം കണ്ടിട്ടാകുമോ മനുഷ്യനും കിട്ടിയ ജീവിതം ആസ്വദിക്കാൻ പോലും സമയം കണ്ടെത്താതെ ജോലിയും സമ്പാദ്യവും എന്ന ഒറ്റ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര തുടങ്ങിയത്. അടിമയെപ്പോലെ പണിയെടുക്കാനും തേനീച്ചക്കൂട്ടിലെ മടിയന്മാരായ ആൺ ഈച്ചകളെപ്പോലെ മുതലാളിത്തവും രൂപപ്പെട്ടു വന്നതും. മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാൻ തേനീച്ചക്കൂട് വളരെ നല്ല ഉദാഹരണമാണ്, പ്രത്യേകിച്ചും നമ്മൾ മലയാളികൾക്ക്. നോക്കൂ, ഈ അടിമകളായ പെൺ ഈച്ചകൾ നാട് മുഴുവൻ നടന്ന് തേൻ ശേഖരിച്ചു കൊണ്ടുവന്ന് തേനീച്ചക്കൂട്ടിൽ വയ്ക്കുന്നു. സത്യത്തിൽ നാളെ തേൻ ഇല്ലാതെ വരുമ്പോൾ അവർക്ക് കഴിയാൻ വേണ്ടിയുള്ള സമ്പാദ്യമായിട്ടല്ലേ അവർ തേൻ കരുതി വയ്ക്കുന്നത്. ബുദ്ധിമാനായ മനുഷ്യൻ അതും എടുത്തുപയോഗിക്കുന്നു. അവർ പിന്നെയും ഇതുതന്നെ തുടരുന്നു. ഇനി നമ്മുടെ ജീവിതം നോക്കാം. നമ്മൾ ജോലികൾ ചെയ്ത് സമ്പാദിച്ചു കൂട്ടുന്നു. ആർക്കു വേണ്ടി? ഇനിയുള്ള 2 or 3 തലമുറയ്ക്ക് ജീവിക്കാനുള്ള സമ്പാദ്യം നമ്മൾ ഓരോരുത്തരും സ്വരുക്കൂട്ടി വയ്ക്കുന്നു. എന്നിട്ടോ ഒരു യാത്ര പോലും ചെയ്യാതെ, ജീവിതം എന്തെന്ന് പോലും അറിയാതെ കൈയും കാലും കെട്ടി മൂക്കിൽ പഞ്ഞിയും വെച്ചു തെക്കോട്ട് തലയും വെച്ച് കിടന്ന് യാത്രയാകുന്നു. ഓരോ യാത്രകളും നമ്മെ പഠിപ്പിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഹോളിഡേ ട്രിപ്പുകൾ ബ്രിട്ടീഷ് ജനതയെ സംബന്ധിച്ച് സംസ്കാരത്തിന്റെ ഭാഗമാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഇന്നും അത് ആഡംബരത്തിന്റെ ഭാഗമായാണ് കണക്കാക്കുന്നത് എന്ന് തോന്നുന്നു. ഒരുപക്ഷെ ജീവിതം എന്തെന്ന് പഠിക്കാതെ, പ്രസന്റിൽ ജീവിക്കാതെ, ഭാവിയുടെ ലോകത്ത് മാത്രം ജീവിക്കുന്നത് മനുഷ്യവർഗം മാത്രമായിരിക്കുമോ? അതിൽ കൂടുതലും ഏഷ്യൻസ് മാത്രമായിരിക്കുമോ? ഇപ്പോഴും തേനീച്ചക്കൂട് തന്നെയാണ് നമ്മുടെ വിഷയം. നമുക്ക് തുടരാം. 2015 മിലാൻ എക്സ്പോയിൽ ഗോൾഡ് മെഡൽ നേടിക്കൊടുത്ത ഈ സൃഷ്ടി ഇനി എവിടെ സ്ഥാപിക്കും എന്ന ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്ന ആശയമായിരുന്നു ക്യൂ ഗാർഡനിൽ തന്നെ സ്ഥാപിക്കാം എന്നത്. അങ്ങനെ 2016 ഇതിവിടെ സ്ഥാപിച്ചു. 17 മീറ്റർ ഉയരത്തിലുള്ള ഈ ഹൈവ് നിർമ്മിക്കാൻ 1,70,000 അലുമിനിയം പാർട്സുകളും 1000-നടുത്ത് LED ബൾബുകളും ഉപയോഗിച്ചു. 4 മാസത്തോളം എടുത്തു ഇതിവിടെ പുനർനിർമ്മിക്കാൻ. 2016 ഹൈവിന് ഒരു ലാൻഡ്സ്കേപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് അവാർഡ് കിട്ടിയിരുന്നു. പ്രമുഖ മാധ്യമമായ CNN's മോസ്റ്റ് വിഷ്വലി ഇൻസ്പയറിംഗ് മൊമെന്റ്സ് ഓഫ് 2016 ആയി ഈ ഹൈവിനെ തിരഞ്ഞെടുത്തിരുന്നു. ദി ആർക്കിടെക്ചറൽ ഫോട്ടോഗ്രാഫി അവാർഡ് 2018 വിന്നർ കൂടിയായിരുന്നു ദി ഹൈവ്. ഇനി നമുക്ക് ഇതിനുള്ളിലേക്ക് പോയി വിശദമായി തന്നെ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാം. ഓർക്കുക, ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന പൂരം ഇവിടെ അടുത്തു തന്നെയുള്ള ഒരു തേനീച്ചക്കൂട്ടിൽ വെച്ചിരിക്കുന്ന സെൻസർ പിടിച്ചെടുക്കുന്ന സ്പന്ദനങ്ങളെ ഈ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നു അതിനോടൊപ്പം കുറച്ച് മ്യൂസിക് കൂടി ചേർത്ത് ആ മ്യൂസിക്കിനനുസരിച്ച് മിന്നിമറയുന്ന 1000-നകത്ത് LED ബൾബുകളും ചേർന്നുള്ള ഒരു ദൃശ്യ വിസ്മയമാണ്. ഇവിടേക്ക് കടന്നു വരുന്നവർ ഓരോ തരത്തിലാകും ഇതിനെ കാണുക. ചിലർക്ക് ഒരു നല്ല മെഡിറ്റേഷനുള്ള അവസരമായിരിക്കും, ചിലർക്ക് ജസ്റ്റ് റിലാക്സ് ചെയ്യാനുള്ള അവസരമായിരിക്കും, മറ്റു ചിലർ വെറുതെ കാഴ്ചകൾ കാണാൻ വരുന്നതാകും. എന്തായാലും ചില സത്യങ്ങൾ അംഗീകരിക്കാതെ വയ്യ. പ്രപഞ്ചത്തിന് ഒരു താളമുണ്ട്. പ്രപഞ്ചത്തിലെ ഓരോ വസ്തുവിനും ഓരോ താളമുണ്ട്. നമ്മുടെ ജീവിതത്തിനും ഒരു താളമുണ്ട്. ആ താളം നഷ്ടപ്പെടുമ്പോഴാണ് മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകുന്നത്. പ്രപഞ്ചത്തിന്റെ താളത്തെ അറിഞ്ഞ് അതിലേക്ക് നമ്മൾ ലയിച്ചു ചേരുമ്പോഴാണ് ജീവിതം തികച്ചും സമാധാനപൂർണമാകുന്നത്. ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സംഗീതം അടിസ്ഥാനപരമായി സെൻസർ വെച്ചിരിക്കുന്ന തേനീച്ചക്കൂട്ടിലെ ഇരമ്പൽ തന്നെയാണ്. ഒരു ദിവസത്തിന്റെ ഓരോ സമയത്തും ഈ താളങ്ങൾ വ്യത്യസ്തമായിരിക്കും. ഇവിടെ മുതൽ നിങ്ങൾ ഹെഡ്സെറ്റ് ഉപയോഗിച്ച് കേട്ടാൽ ശരിക്കും ആസ്വദിക്കാം. ഇനി കുറച്ചു നേരത്തേക്ക് ഞാനൊന്നും മിണ്ടുന്നില്ല. നമുക്ക് ഒരുമിച്ച് ആ താളം ആസ്വദിക്കാം.
ഇനി നമുക്ക് ഇതിനടിയിൽ നിന്നുള്ള കാഴ്ചകൾ ഒന്ന് കാണാം. എത്ര മനോഹരമായി ഡിസൈൻ ചെയ്തിരിക്കുന്നുവെന്ന് കാണുക. ടൂത്ത് പിക്ക് പോലെയുള്ള ഒരു ചെറിയ തടി കഷ്ണം പല്ലുകൾക്കിടയിൽ കടിച്ചു പിടിച്ചുകൊണ്ട് ഈ ഹൈവിന്റെ കാലിൽ സ്പർശിച്ചാൽ ഈ ഇരമ്പൽ നമ്മൾ കേൾക്കാതെ തന്നെ നമ്മുടെ ബ്രെയിനിൽ എത്തുമത്രേ. അത് തികച്ചും വ്യത്യസ്തമായ ഒരു അനുഭവമാണെന്ന് ഇതിന്റെ ഡിസൈനർ കൂടിയായ ബട്ട്രസ് പങ്കുവയ്ക്കുന്നു. ഇനി പോകുമ്പോൾ വേണം നമുക്കത് നേരിട്ട് ആസ്വദിക്കാൻ. ബുദ്ധിയും യുക്തിയും ചേർത്ത് വെച്ച് ഓരോ ദിവസവും നമ്മൾ ഒത്തിരി ചിന്തിക്കുന്നു. പക്ഷേ ചിന്തിക്കുന്ന ഓരോ ചിന്തകളും നമുക്ക് സന്തോഷം തരുന്നതാണ് എന്ന് ഉറപ്പാക്കുക കൂടി ചെയ്യണം. ചിന്തിച്ചാൽ ഒരന്തവുമില്ല, ചിന്തിച്ചില്ലെങ്കിൽ ഒരു കുന്തവുമില്ല എന്ന് പണ്ട് ആരോ പറഞ്ഞ വാക്കുകളെ ശിരസാ വഹിച്ചുകൊണ്ട് അന്തമില്ലാത്ത ചിന്തകൾക്ക് വിട പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് നിർത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ഈ ചാനലിലെ മറ്റു വീഡിയോകൾ കൂടി ഒന്ന് കണ്ണോടിക്കുക. അതും ഇഷ്ടമാകുന്നുവെങ്കിൽ പുതിയ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതിനായി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ സെലക്ട് ചെയ്യുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ കമന്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തിയാൽ നന്നായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.